ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം 72 ഭാഗം, ചതുർത്ഥസ്കന്ധം, അധ്യായം 5 ഇന്ന് നമ്മൾ വിവരിക്കുന്നത്. സതീദേവിയുടെ ശരീരത്യാഗം ആണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് വിവരിച്ചത്. ഇന്ന് ദക്ഷയജ്ഞ വിധ്വംസനമാണ് വിവരിക്കുന്നത്. ദക്ഷ പ്രജാപതി അപമാനിച്ചതിനാൽ സതീ ദേവി തൻ്റെ ശരീരം ഉപേക്ഷിച്ചു എന്നും ഋഫുക്കൾ തൻ്റെ പാർഷദന്മാരെ തോൽപ്പിച്ചോടിച്ചു എന്നുമുള്ള വിവരം നാരദ മഹർഷി പറഞ്ഞാണ് ശിവഭഗവാൻ അറിഞ്ഞത്. അത്യന്തം ക്രുദ്ധനായ രുദ്രദേവൻ ഉച്ചത്തിൽ ഒരട്ടഹാസം മുഴക്കിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. തൻ്റെ തലയിൽ നിന്ന് ഒരു ജട പറിച്ചു ഭൂമിയിൽ വലിച്ചെറിഞ്ഞു. അതിൽ നിന്ന് അതിഭയങ്കരനായ ഒരു ഭൂതം ഉത്ഭവിച്ചു. ആകാശം മുട്ടത്തക്ക വിധത്തിൽ ഉയർന്ന ശരീരം, സൂര്യനെ പോലെ ജ്വലിക്കുന്ന 3 കണ്ണുകൾ, ഉഗ്രങ്ങളായ ദംഷ്ട്രകൾ, അഗ്നിയെപ്പോലെ ജ്വലിക്കുന്ന ചെമ്പിച്ച തലമുടി, തലയോടുകളെ കൊണ്ടുള്ള മാല, 1000 കൈകൾ, അവയിൽ പലവിധ ആയുധങ്ങൾ. ഈ രൂപത്തിലുള്ള വീരഭദ്രനാണ് ജടയിൽ നിന്നുണ്ടായത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സദയം ആജ്ഞാപിച്ചാലും എന്ന് അപേക്ഷിച്ച വീരഭദ്രനോട് ശിവഭഗവാൻ പറഞ്ഞു, നീ എൻ്റെ പാർഷദന്മാരിൽ മുഖ്യനാണ്. ദക്ഷനെ യാഗത്തോടുകൂടി നശിപ്പിച്ചു വരൂ. കുപിതനായ രുദ്രദേവൻ ഇങ്ങനെ ആജ്ഞാപിച്ചതോടെ വീരഭദ്രൻ അദ്ദേഹത്തെ പ്രദക്ഷിണം ചെയ്തു നമസ്കരിച്ചു. അതോടെ താൻ അത്യന്തം ശക്തനായി തീർന്നിരിക്കുന്നു എന്ന് വീരഭദ്രന് ബോധ്യം വന്നു. ഉച്ചത്തിൽ അട്ടഹസിച്ചാർക്കുന്ന രുദ്ര പാർഷദന്മാരോടുകൂടി വീരഭദ്രൻ അന്തകനെ പോലും സംഹരിക്കുവാൻ ശക്തിയുള്ള ശൂലവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദക്ഷന്റെ യാഗശാലയിലേക്ക് പാഞ്ഞെടുത്തു. യാഗശാലയിലെ ഋത്വിക്കുകളും ദക്ഷനും സദസ്യരും ബ്രാഹ്മണ പത്നിമാരും ദക്ഷന്റെ ഭാര്യയായ പ്രസൂതിയും വടക്കുദിക്കിൽ ഇടതൂർന്നു പൊങ്ങി നിൽക്കുന്ന പൊടിപടലങ്ങൾ കണ്ടു. എന്താണിതെന്ന് ആലോചിച്ചു. ഇപ്പോൾ ചുഴലിക്കാറ്റ് വീശുന്നില്ലല്ലോ. കഠിന ശിക്ഷ നൽകുന്ന പ്രാചീന ബർഹിസാണ് രാജ്യം ഭരിക്കുന്നത്. അതിനാൽ കള്ളന്മാർ കൊള്ളയടിക്കാനായി ഓടി നടക്കാൻ സാധ്യതയില്ലല്ലോ. ഈ സമയത്ത് പശുക്കുട്ടികൾ മേയുന്നുമില്ല. പിന്നെ ഉയർന്നു പൊങ്ങുന്ന ഈ പൊടിപടലങ്ങൾക്ക് എന്താണാവോ കാരണം? ലോകം പ്രളയത്തിൽ മുങ്ങിത്താഴാൻ പോവുകയാണോ? യജ്ഞശാലയിലെ ബ്രാഹ്മണരും ഋത്വിക്കുകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ പരിഭ്രാന്തരായ പ്രസൂതിയും മറ്റു സ്ത്രീകളും പറഞ്ഞു. മറ്റു പുത്രിമാർ നോക്കി നിൽക്കെ ദക്ഷപ്രജാപതി നിരപരാധിനിയായ സതിയെ അപമാനിച്ചില്ലേ? ആ പാപത്തിൻ്റെ ഫലമാണിപ്പോൾ അനുഭവിക്കാൻ പോകുന്നത്. പ്രളയകാലത്ത് അഴിഞ്ഞ് ചിന്നിച്ചിതറിയ ജടയോടുകൂടിയ ശൂലത്തിൽ ദിഗ്ഗജങ്ങളെ കുത്തിക്കോർക്കുന്നവനായ, ഉച്ചത്തിലുള്ള അട്ടഹാസങ്ങളാൽ ദിക്കുകളെ മാറ്റൊലിക്കൊള്ളിക്കുന്നവനായ, കൈകൾ പരത്തി സംഹാര താണ്ഡവമാടുന്നവനായ ശ്രീ പരമേശ്വരൻ, ആർക്കും സഹിക്കാനാവാത്ത തേജസ്സോടു കൂടിയവനും കോപം കൊണ്ട് ജ്വലിക്കുന്നവനും വളഞ്ഞ പുരികക്കൊടികളോടുകൂടിയവനും ഭയങ്കര ദംഷ്ട്രകളാൽ നക്ഷത്രങ്ങളെ തകർക്കുന്നവനുമായ സംഹാരരുദ്രനെ കോപിപ്പിച്ചവർക്ക് എങ്ങനെയാണ് ക്ഷേമമുണ്ടാവുക? ഇങ്ങനെ ഭയഭീതരായ പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കെ ദക്ഷൻ പലവിധ ദുർനിമിത്തങ്ങളും കണ്ടു. അപ്പോഴേക്കും വീരഭദ്രന്റെ നേതൃത്വത്തിലുള്ള അനേകവിധ ആയുധങ്ങൾ ധരിച്ചവരും ഭീഷണാകൃതികളുമായ രുദ്ര പാർഷദന്മാർ യാഗശാലയിലേക്ക് ഓടിക്കയറി. ചിലർ പ്രാഗ്വംശം തകർത്തു. അതായത് യജ്ഞശാലയുടെ കിഴക്കുഭാഗത്തുള്ളതും യജമാനൻ യജ്ഞത്തിന് കൊണ്ടുവരുന്ന സാധനങ്ങൾ വയ്ക്കുന്നതുമായ ഒരു ശാലയാണ് പ്രാഗ്വംശം.
മറ്റു ചിലർ പത്നിശാലയെയും യാഗവേദിയെയും പുരോഹിതന്മാരുടെ ശാലയെയും യജമാനൻ ഇരിക്കുന്ന ശാലയെയും തല്ലിത്തകർത്തു. ചിലർ യാഗത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഉടച്ചു. പിന്നെ ചിലർ അഗ്നികുണ്ഠത്തെ തല്ലിക്കെടുത്തി. വേറെ ചിലർ അഗ്നികുണ്ഠത്തിൽ മൂത്രമൊഴിച്ചു. ചിലർ വേദികൾക്ക് അതിരായ ദർഭപുല്ലകളെ മുറിച്ചു. പിന്നെ ചിലർ മുനിമാരെ ആക്രമിച്ചു. ചില രുദ്രപാർഷദന്മാർ മുനിപത്നിമാരെ ഭയപ്പെടുത്തി. പേടിച്ചോടുന്ന ദേവന്മാരെ കയറി പിടിച്ചു. മണിമാൻ എന്ന ശിവപാർഷദൻ ഭൃഗുമഹർഷിയെ ബന്ധിച്ചു. വീരഭദ്രൻ ദക്ഷനെ കടന്നു പിടിച്ചു. ചണ്ഡീശൻ പുഷാവിനെയും നന്ദികേശ്വരൻ ഭഗനെയും പിടിച്ചു കെട്ടി. ഇതെല്ലാം കണ്ടു ഭയപ്പെട്ടു നിൽക്കുന്ന ദേവന്മാരും ഋദ്ധിക്കുകളും സദസ്യരും രുദ്രഭടന്മാരുടെ കല്ല് ഏറ്റ് 4 ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. യാഗാഗ്നിയിൽ ഹോമിച്ചുകൊണ്ടിരുന്ന ഭൃഗു മഹർഷിയുടെ താടിമീശ വീരഭദ്രൻ ഓരോന്നായി പിഴുതെടുത്തു. പ്രജാപതികളുടെ യാഗശാലയിൽ വെച്ചു ദക്ഷൻ ശിവനെ ശപിക്കുമ്പോൾ ഭൃഗു മഹർഷി താടിമീശ തടവി ചിരിച്ചിരുന്നു. അതിനുള്ള ശിക്ഷയാണ് വീരഭദ്രൻ കൊടുത്തത്. ശിവനെ ശപിക്കുന്ന ദക്ഷനെ ഭഗവാൻ കണ്ണുകളെ കൊണ്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഭഗനെ താഴെ വീഴ്ത്തിക്കൊണ്ട് വീരഭദ്രൻ അദ്ദേഹത്തിന്റെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്തു. ദക്ഷൻ ശിവനെ ശപിക്കുമ്പോൾ പൂഷാവ് പൊട്ടിച്ചിരിച്ചിരുന്നു. വീരഭദ്രൻ പൂഷാവിന്റെ പല്ലുകളെല്ലാം തല്ലിക്കുഴിച്ചു. ദക്ഷനെ താഴെ വീഴ്ത്തി മാറിൽ ചവിട്ടി നിന്ന് തലയറുത്തെടുക്കുവാൻ വീരഭദ്രൻ പല വിധത്തിലും ശ്രമിച്ചു. ആയുധങ്ങളെ കൊണ്ടൊന്നും കഴുത്തു മുറിഞ്ഞില്ല. ഒടുവിൽ വീരഭദ്രൻ മൂക്കും വായും പൊത്തിപ്പിടിച്ച് ദക്ഷനെ കഴുത്തു പിരിച്ചു കൊന്നു. തല വേർപെടുത്തി. വീരഭദ്രനെ ഭൂതപ്രേത പിശാചുക്കൾ അനുമോദിച്ചു. മറ്റുള്ളവരെല്ലാം ദക്ഷനെ കൊന്നത് കണ്ടു ദുഃഖിച്ചു. വീരഭദ്രൻ ദക്ഷന്റെ തല അഗ്നികുണ്ഠത്തിൽ ഹോമിച്ചു. യാഗശാലയ്ക്ക് തീ വച്ച ശേഷം വീരഭദ്രൻ ഭൂതഗണങ്ങളോടും ശിവപാർഷദന്മാരോടും ഒന്നിച്ച് കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി. ഭൂതഗണങ്ങളുടെ കല്ലേറേറ്റ് ദേഹം മുഴുവൻ പൊട്ടിമുറിഞ്ഞ് ദേവന്മാർ സത്യലോകത്തിൽ ചെന്ന് ബ്രഹ്മദേവനെ നമസ്കരിച്ച് ആവലാതി പറഞ്ഞു. ഈ വക അനിഷ്ട അനുഭവങ്ങളെയെല്ലാം പ്രതീക്ഷിച്ചിരുന്നതിനാൽ ബ്രഹ്മദേവനും വിശ്വാത്മാവായ വിഷ്ണു ഭഗവാനും ദക്ഷന്റെ യാഗത്തിന് പോയിരുന്നില്ല. ദേവന്മാരുടെ ആവലാതി കേട്ട് ബ്രഹ്മാവ് പറഞ്ഞു, പരമതേജസ്വിയായ പരമശിവന് അപരാധം ചെയ്ത നിങ്ങൾക്ക് എങ്ങനെ സുഖമുണ്ടാകാനാണ്? ശിവദ്വേഷിയായ ദക്ഷന്റെ യാഗത്തിൽ പങ്കെടുത്തതു തന്നെ നിങ്ങളുടെ തെറ്റാണ്. യാഗത്തിൽ ഹവിർഭാഗം നിഷേധിച്ചതിനാൽ ശിവന് അപരാധം ചെയ്തവരാണെങ്കിലും ക്ഷിപ്രപ്രസാദിയായ ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ച് മാപ്പ് ചോദിക്കുക. പരമശിവൻ കോപിച്ചാൽ ലോകപാലന്മാരടക്കം 14 ലോകങ്ങളും നശിച്ചു പോകും. ദക്ഷൻ കഠിന വാക്കുകളെ കൊണ്ട് വേദനിപ്പിച്ചവനും ഭാര്യ നഷ്ടപ്പെട്ടവനുമായ ശിവനെ ക്ഷമാപണം ചെയ്ത് സന്തോഷിപ്പിച്ചാൽ മാത്രമേ യജ്ഞം പൂർത്തീകരിക്കാൻ കഴിയൂ. സർവതന്ത്ര സ്വതന്ത്രനായ ശ്രീ പരമേശ്വരന്റെ യാഥാർത്ഥ്യത്തെയോ ബലവീര്യ പരാക്രമങ്ങളുടെ വലിപ്പത്തെയോ എനിക്കോ യജ്ഞനെന്ന ഇന്ദ്രനോ മറ്റു ദേവന്മാർക്കോ മുനിമാർക്കു പോലുമോ അറിയില്ല. അതിനാൽ ഈ വിഷയത്തിൽ ശിവനെ ആശ്രയിക്കുകയല്ലാതെ മറ്റൊരുപായവും ഞാൻ കാണുന്നില്ല. ബ്രഹ്മാവ് പറഞ്ഞത് ദേവന്മാരെല്ലാം അംഗീകരിച്ചു. ദേവന്മാരോടൊന്നിച്ച് ബ്രഹ്മദേവൻ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. ജന്മം, ഔഷധസേവ, തപസ്, മന്ത്രജപം, യോഗസാധനകൾ എന്നിവ കൊണ്ട് സിദ്ധന്മാരായവർ പലരും കൈലാസപർവ്വതത്തിൽ താമസിച്ചു വരുന്നുണ്ട്. കിന്നരന്മാർ, ഗന്ധർവന്മാർ, അപ്സര സ്ത്രീകൾ മുതലായവരുടെ വാസസ്ഥാനം കൂടിയാണ് കൈലാസപർവ്വതം. ധാരാളം ഫലവൃക്ഷങ്ങൾ നിറഞ്ഞതാണിവിടം. പുഷ്പ സമൃദ്ധമായ വള്ളികളോടും ചെടികളോടും കൂടിയതാണ് ഇവിടം.
മയിലുകളുടെ നൃത്തം കൊണ്ടും കുയിലുകളുടെ ഗാനങ്ങൾ കൊണ്ടും തത്തകൾ, ചെമ്പോത്തുകൾ, ചക്രവാകങ്ങൾ, അരയന്നങ്ങൾ മുതലായ പക്ഷികളുടെ കൂജനം കൊണ്ടും മനോഹരമാണിവിടം. മാൻ, മുയൽ, കുരങ്ങൻ, ആന, സിംഹം മുതലായ മൃഗങ്ങളുടെ വാസസ്ഥാനമാണിവിടം. സതീദേവിയുടെ നിത്യ സ്നാനത്താൽ പവിത്രമായ നന്ദ എന്ന നദിയാൽ ശോഭിക്കുന്ന കൈലാസപർവ്വതം കണ്ട ദേവന്മാർ വിസ്മയഭരിതരായി തീർന്നു. കൈലാസത്തിന് താഴ്വരയിൽ അവർ അളകാപുരിയെയും സൗഗന്ധിക വനത്തെയും കണ്ടു. അളകാപുരിയുടെ ഇടത്തും വലത്തും ഭാഗത്തൂടെ നന്ദ, അളകനന്ദ എന്നീ നദികൾ ഒഴുകിക്കൊണ്ടിരുന്നു. വെള്ളി, സ്വർണം, രത്നങ്ങൾ എന്നിവ കൊണ്ട് നിർമ്മിക്കപ്പെട്ട അനേകം മാളികകളോട് കൂടിയതും യക്ഷന്മാരുടെയും യക്ഷ സ്ത്രീകളുടെയും അവരുടെ രാജാവായ കുബേരന്റെയും വാസസ്ഥാനമാണ് അളകാപുരി. ദേവന്മാർ അളകാപുരിയെയും കടന്ന് സൗഗന്ധിക വനത്തിലെത്തി. ധാരാളം പുഷ്പങ്ങളും വൃക്ഷങ്ങളും നിറഞ്ഞതും കുയിലുകളുടെ മനോഹര കൂജനങ്ങളാലും മയിലുകളുടെ നൃത്തങ്ങളാലും കളഹംസങ്ങളുടെ കളകളനാദത്താലും മനോഹരമായിരുന്നു സൗഗന്ധിക വനം. അതിൽ ധാരാളം താമരപ്പൂക്കൾ നിറഞ്ഞ സരസ്സുകൾ ഉണ്ടായിരുന്നു. കാട്ടാനകൾ ശരീരം കൊണ്ട് ഉരച്ച് പുളിച്ച ചന്ദന വൃക്ഷങ്ങളിൽ തട്ടിവരുന്ന മന്ദമാരുതൻ യക്ഷവനിതകളുടെ മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്നതായിരുന്നു. വൈഢൂര്യ കല്ലുകൾ പതിച്ച കൽപ്പടവകളോടുകൂടിയ തടാകങ്ങൾ സൗഗന്ധിക വനത്തിൻ്റെ ശോഭയ്ക്ക് മാറ്റുകൂട്ടുന്നു. ആ വനത്തെയും കടന്ന് മുന്നോട്ടു പോയ ദേവന്മാർ ഒരു വലിയ പേരാൽമരം കണ്ടു. പക്ഷിക്കൂടുകൾ ഇല്ലാത്തതും നല്ല തണലുള്ളതും താഴോട്ട് ചൂട് ബാധിക്കാത്തതുമായിരുന്നു ആ വൃക്ഷം. ആ മരത്തിന് ചുവട്ടിൽ കോപം വെടിഞ്ഞിരിക്കുന്ന അന്തകനെ പോലെ ശാന്തനായിരിക്കുന്ന പരമശിവനെ ദേവന്മാർ കണ്ടു. ജന്മന സിദ്ധന്മാരായ സനകാദി മുനിമാരും കുബേരനും ശിവനെ സേവിച്ചിരുന്നു. ഉപാസന, ചിത്തത്തിൻ്റെ ഏകാഗ്രത, യോഗം എന്നിവയൊക്കെ അവലംബിച്ച ആ മഹാശിവൻ ലോകരോടുള്ള വാത്സല്യത്താൽ എല്ലാവരുടെയും ക്ഷേമത്തിനായി തപസ്സനുഷ്ഠിക്കുന്നവനായിരുന്നു. ഭസ്മം, ജട, മാൻതോൽ എന്നിവ ധരിച്ചവനും ശിരസിൽ ചന്ദ്രക്കലയോട് കൂടിയവനുമായിരുന്നു ഭഗവാൻ. ദർഭപുൽപ്പായയിൽ ഇരുന്ന് നാരദ മഹർഷിക്ക് ജ്ഞാനോപദേശം ചെയ്യുകയായിരുന്നു ശ്രീ പരമേശ്വരൻ. വലത്തെ തുടമേൽ ഇടതുകാൽ കയറ്റിവെച്ച് വീരാസനത്തിലിരിക്കുന്നവനും കൈത്തണ്ടയിൽ ജപമാലയോട് കൂടിയവനും ചിന്മുദ്ര ധരിച്ചവനുമായിരുന്നു. ബ്രഹ്മാനന്ദത്തിൽ ചിത്തം ഏകാഗ്രമാക്കി തീർത്തവനും യോഗപട്ടത്തെ ബന്ധിച്ചവനും മനനശീലരിൽ അഗ്രഗണ്യനുമായ ശ്രീ കൈലാസനാഥനെ ദേവന്മാരും മുനിമാരും നമസ്കരിച്ചു. ബ്രഹ്മദേവനെ കണ്ടപ്പോൾ ശ്രീ പരമേശ്വരൻ എഴുന്നേറ്റ് അഭിവാദനം ചെയ്തു. സിദ്ധന്മാരും മഹർഷിമാരും മഹാദേവനെ നമസ്കരിച്ചു. ബ്രഹ്മദേവൻ ചന്ദ്രശേഖരനോട് പുഞ്ചിരിയോടെ പറഞ്ഞു, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണഭൂതരാണല്ലോ പ്രകൃതിയും പുരുഷനും. അവർക്കുപോലും കാരണഭൂതനും പ്രപഞ്ചത്തിൻ്റെ നിയന്താവുമാണ് അവിടുന്ന്. യാതൊരുവിധ ഭേദങ്ങളുമില്ലാത്ത ബ്രഹ്മാവുമാണ് അവിടുന്ന് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങുതന്നെ ശിവനായും ശക്തിയായും തീർന്ന് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ധർമ്മത്തെയും അർത്ഥത്തെയും സാധിപ്പിച്ചു തരുന്നതാണ് വേദം. വേദസംരക്ഷണത്തിനായി ദക്ഷനിലൂടെ യജ്ഞം ആരംഭിച്ചതും അങ്ങ് തന്നെയാണ്. ബ്രാഹ്മണർ ശ്രദ്ധയോടെ ആചരിക്കുന്ന ധർമ്മമര്യാദകൾ നിശ്ചയിച്ചിരിക്കുന്നതും അവിടുന്ന് തന്നെയാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സ്വർഗമോ മോക്ഷമോ അർഹതയനുസരിച്ച് അങ്ങ് നൽകി വരുന്നു. ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അതിഘോരങ്ങളായ നരകങ്ങൾ നൽകുന്നവനും അങ്ങ് തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളിലും പരമാത്മാവായ അങ്ങയെയും സകല ജീവജാലങ്ങളെയും പരമാത്മാവായ അങ്ങിലും സാക്ഷാത്കരിച്ചവരാണ് ജ്ഞാനികൾ. അങ്ങനെയുള്ള ജ്ഞാനികൾക്ക് പോലും കോപമുണ്ടാവാറില്ല. ആ സ്ഥിതിക്ക് ജ്ഞാനസ്വരൂപനായ അങ്ങയ്ക്ക് എങ്ങനെ കോപമുണ്ടാകാനാണ്? ഭേദബുദ്ധിയുള്ളവരും കർമ്മമാർഗത്തിൽ മാത്രം നോട്ടം ഉള്ളവരും
മനസ്സു ദുഷിച്ചവരും മറ്റുള്ളവരുടെ ഉത്കർഷം കാണുമ്പോൾ സഹിക്കാൻ വയ്യാത്ത അസൂയയോടു കൂടിയവരും ഹൃദയം പിളർക്കുന്ന ദുർവാക്കുകളെ കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയം തകർക്കുന്നവരുമായ അജ്ഞന്മാർ അവരുടെ പ്രാരാബ്ധ കർമ്മത്താൽ ശിക്ഷിക്കപ്പെട്ടവരാണ്. അങ്ങനെയുള്ളവരെ അങ്ങ് വീണ്ടും വീണ്ടും ശിക്ഷിക്കുന്നത് ഉചിതമല്ല. ഈശ്വരന്റെ മായ ബാധിച്ചവരാണ് തെറ്റ് ചെയ്യുന്നത്. അവരിൽ അങ്ങേപ്പോലെയുള്ള മഹത്തുക്കൾക്ക് കാരുണ്യം മാത്രമേ ഉണ്ടാകാൻ ഇടയുള്ളൂ. അങ്ങ് ഭഗവാന്റെ മായ ബാധിക്കാത്തവനാണ്, എല്ലാം അറിയുന്ന സർവജ്ഞനുമാണ്. മായയാൽ ബുദ്ധി ദുഷിച്ചവരും പ്രാരാബ്ധ കർമ്മത്തിന് അടിമപ്പെട്ടവരുമായ ദക്ഷനെ പോലെയുള്ളവർ അങ്ങയുടെ അനുകമ്പയ്ക്കും അനുഗ്രഹത്തിനും അർഹന്മാരാണ്. അതിനാൽ ദക്ഷന്റെ യാഗത്തെ പുനർജീവിപ്പിക്കണം. യജ്ഞം സഫലമായി തീരുന്നത് അവിടുന്ന് സന്തോഷിച്ചാൽ മാത്രമാണ്. സർവശ്രേഷ്ഠനായ അങ്ങയ്ക്ക് കുൽസിതരായ യാജ്ഞികന്മാർ ഹവിർഭാഗം നിഷേധിക്കുകയാണല്ലോ ചെയ്തത്. ആ തെറ്റ് ക്ഷമിക്കണം. യാഗത്തിലെ യജമാനനായ ദക്ഷൻ ജീവിച്ചെഴുന്നേൽക്കണം. ഭഗന് കണ്ണുകൾ വീണ്ടു കിട്ടണം. ഭൃഗുമഹർഷിക്ക് താടിമീശ മുളയ്ക്കണം. പുഷാവിന് വീണ്ടും പല്ലുകൾ ഉണ്ടാവണം. ആയുധങ്ങളെ കൊണ്ടും കല്ലേറ് കൊണ്ടും മുറിവേറ്റ ഋത്വിക്കുകൾക്കും ദേവന്മാർക്കും അങ്ങയുടെ അനുഗ്രഹത്താൽ വേഗത്തിൽ ആരോഗ്യം വീണ്ടു കിട്ടണം. ഇനി ആരെല്ലാം എവിടെയെല്ലാം യാഗം ചെയ്താലും അതിൽ ബാക്കി വരുന്നതെല്ലാം രുദ്രഭാഗമായി തീരും. അതിനാൽ അങ്ങയുടെ ആ പങ്കോടുകൂടി വേണം ഈ യാഗം പൂർത്തിയാകുവാൻ. അതിന് അനുഗ്രഹിച്ച് അങ്ങ് അരുളിയാലും. ഇങ്ങനെ ബ്രഹ്മദേവന്റെ യാചനാസുരത്തിലുള്ള ഈ അഭ്യർത്ഥനകൾ എല്ലാം കേട്ട ശേഷം ശിവഭഗവാൻ ആ ദക്ഷനോട് പൊറുക്കുകയാണ് ഇനിയുള്ള ഭാഗത്ത്. അത് അധ്യായം 7 ദക്ഷയജ്ഞ സന്ധാനം ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഇത്രയും വിശദീകരിച്ചത് ദക്ഷ യാഗത്തിലൂടെ ശ്രീ ശിവഭഗവാനും ഭൂതഗണങ്ങൾക്കും ദേവന്മാർക്കും ഋത്വിക്കുകൾക്കും ദക്ഷനും ശ്രീ പാർവതീദേവിയുടെ പൂർവ്വജന്മമായ സതീദേവിക്കുമൊക്കെ സംഭവിച്ച വലിയ വിപത്തുകളെക്കുറിച്ചാണ്. ലോകഗതി തന്നെ മാറ്റി മറിക്കുന്ന ശ്രീ പരമേശ്വരൻ്റെ ആ വൈരാഗ്യ അവസ്ഥയും വേദനാജനകമായ ഇനി ജീവിതത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പരാമർശിച്ചത്. എല്ലാവർക്കും ശിവഭഗവാന്റെയും ദേവിയുടെയും, അതായത് പുരുഷനും പ്രകൃതിയും ചേർന്ന് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നത് ശ്രീ ശിവഭഗവാനും ഭഗവാന്റെ മായാശക്തിയായ ശ്രീ പാർവതീദേവിയും ഒന്നിച്ചു ചേരുമ്പോഴാണ് നാം ശരീരവും ആത്മാവുമായി ഒന്നിച്ച് ഭൂമിയിൽ ജീവിക്കുന്നു എന്ന ബോധത്തിലേക്ക് വരുന്നത്. ഈ ബോധസ്വരൂപമായ ശിവശക്തി സമ്മേളനമാണ് മനുഷ്യജീവിതത്തെ എല്ലാവിധമായ മലീമസമായിട്ടുള്ള കർമ്മങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും മുക്തരാക്കുവാൻ പ്രാപ്തമാകുന്നത്. അതിനാൽ ദേവിയെയും നമ്മുടെ ഉള്ളിൽ സദാ ബോധമാകുന്ന ആ ശിവ ചൈതന്യത്തെയും നമുക്ക് സ്മരിക്കാം, പ്രാർത്ഥിക്കാം. ആ പാതാരബിന്ദങ്ങളിൽ താണു വീണ് പ്രണമിക്കാം. സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ.